ഗൈസ്, തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. മുക്കാട്ടുകര സ്കൂളിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. വലിയ സ്കൂളായിരുന്നു കേട്ടോ. സംസ്കൃതോത്സവം ഉണ്ടായിരുന്നത് മുക്കാട്ടുകര പള്ളിയുടെ കോമ്പൗണ്ടിലായിരുന്നു. അപ്പം ഞാൻ ഗ്രൂപ്പ് സോങ്ങിനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ട് പറഞ്ഞതാണ്. സംഘഗാനത്തിൻ്റെ റിസൾട്ടാണ് പറയുന്നത്. ആദ്യം ഇതിൽ നിന്ന് ജില്ലയിലേക്ക് അർഹത നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 15. പങ്കെടുത്ത എല്ലാ സംഘങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും. ഗൈസ്, ഞങ്ങൾക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് സോങ്ങിന്. ഞങ്ങളുടെ HSന്റെ ആണ് ഇപ്പോൾ പറയുന്നത്. ചെസ് നമ്പർ 11 ആണ്. അവർക്കും ഗ്രൂപ്പ് സോങ്ങിന് ഫസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്ദേമാതരം ആയിരുന്നു. സെക്കൻഡ് A ഗ്രേഡ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പദ്യം ചൊല്ലലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം മത്സരം കാണാനായിട്ട് എൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ലിജി ടീച്ചർ. ലിജി ടീച്ചർ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ അവിടെ പദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ചെസ് നമ്പർ വിളിച്ചു കേട്ടോ. പദ്യം ചൊല്ലലിന് സെക്കൻഡ് A ഗ്രേഡ് ആയിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കഥാകഥനം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു കേട്ടോ. അവരുടെ ദേശഭക്തിയാണ് ഇന്നായിരുന്നു. അങ്ങനെ അവരിനൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അവർക്ക് ദേശഭക്തിയാനത്തിന് ഫസ്റ്റ് A ഗ്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ദേവനന്ദ സിദ്ധരൂപത്തിനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നിന്നു. ദേവനന്ദയ്ക്ക് തേർഡ് A ഗ്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കഥ പറയാൻ കേട്ടോ. എനിക്ക് തേർഡ് A ഗ്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ റീലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, എല്ലാവരും പോയി കാണാൻ മറക്കല്ലേ. മത്സരങ്ങൾ തുടരുകയാണ്. ജില്ലയിലെ വിശേഷങ്ങളായി വീണ്ടും.